നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ച അതേ പാതയിലേക്ക് BJP മറ്റൊരു സൂത്രം കൂടി മെനയുകയാണ്. അതെ, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. മാക്സിമം ഫൈറ്റ് ചെയ്ത് നോക്കും ഈ സിസ്റ്റത്തിനെതിരെ. ഈ അഴിഞ്ഞ് കിടക്കുന്ന കുത്തഴിഞ്ഞ ഈ ജീർണിതമായ സോ കോൾഡ് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു റിവോൾട്ട് അത് പറ്റുമോ എന്ന് പരമാവധി ശ്രമിച്ചു നോക്കും. അതുതന്നെയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും BR ഗവായും ചെയ്തത്. അവരെ ഒന്നും ഒരു രീതിയിലും ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് BJP മനസ്സിലാക്കി അവരുടെ ആശയങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കിയവരാണ് സംഘപരിവാറുകാർ. BR ഗവായിയെ ചേംബറിൽ വെച്ച് തന്നെ BJPയുടെ ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം BJPയുടെ വക്താവാണ്, ഭീഷണിപ്പെടുത്തി ചെരുപ്പേറിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ അതേ പാതയിൽ തന്നെ സൂര്യകാന്തിനെയും ഭീഷണിപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുകയാണ്. ചീഫ് ജസ്റ്റിസുമാർക്കുള്ള സെക്യൂരിറ്റി, സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ വേലി തന്നെ വിളവ് തിന്നാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ രാജ്യത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് തന്നെയല്ലേ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്, രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിച്ചത്? പലപ്പോഴും നമ്മൾ നോക്കുക, സംഘപരിവാറുകാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ ഭീവത്സമായ രീതിയിലാണ്. അവരുടെ നിലപാടുകളെ എതിർക്കുന്നവരെ അവർ വ്യക്തിഹത്യ ചെയ്യും. അവരെ പരിപൂർണമായി ഉപദ്രവിക്കാൻ ശ്രമിക്കും. എന്നാൽ കോൺഗ്രസ് ഐഡിയോളജി അങ്ങനെയല്ല. സമാന്തര ആശയങ്ങൾ ഉള്ളവരെയും എതിർദിശയിലുള്ളവരെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് അവർക്ക് അന്നും ഇന്നും ഉള്ളത് കൊണ്ട് തന്നെയാണ് BJPക്ക് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കാനുള്ള അവസരം പോലും കിട്ടിയത്. അല്ലെങ്കിൽ 10-60 കൊല്ലം ഭരിച്ച കോൺഗ്രസിന് ബൈല മാറ്റിയെടുത്ത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സിസ്റ്റം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് നോക്കിയാൽ, വളരെ വ്യക്തമായി നോക്കിയാൽ അറിയാം, ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പ്രക്രിയയിൽ പോലും മാറ്റം കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു. അതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും പറഞ്ഞു വെക്കുന്നത്. ഒന്ന് നോക്കൂ, മൊത്തം വോട്ട് ഷെയറും മൊത്തം കിട്ടിയ സീറ്റുകളുടെയും താരതമ്യം നോക്കുമ്പോൾ BJPക്ക് രണ്ടിടത്തും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല. BJPക്ക് എതിർ സ്ഥാനാർത്ഥികളെക്കാൾ കുറച്ച് വോട്ട് ഷെയർ കിട്ടുകയും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ സംസ്ഥാനത്ത് വോട്ട് ഷെയർ കുറവാവുകയും എന്നാൽ സീറ്റുകൾ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. അവർ വലിയ രീതിയിലുള്ള തട്ടിപ്പ് കാണിച്ച് അധികാരത്തിലെത്തുമ്പോഴും പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ അവരെക്കാൾ കൂടുതൽ വോട്ട് ഷെയറോട് കൂടി അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ മെരിറ്റോടുകൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരെ അവർ നാടുകടത്താനും അവർ ഉപദ്രവിക്കാൻ, ദേഹ ഉപദ്രവം നടത്താനും ശ്രമിക്കുന്നത്. അതിനിരയാകാൻ ചീഫ് ജസ്റ്റിസിനെ കിട്ടുന്നില്ല. BR ഗവായി എങ്ങനെയാണോ പറഞ്ഞു വെച്ചത് ആ അവസാനിക്കുന്നിടത്തുനിന്നും തുടങ്ങുകയാണ് സൂര്യകാന്തും ചെയ്തിരിക്കുന്നത്. രാജിവെച്ച് വലിച്ചെറിഞ്ഞിട്ട് പോകും. അന്തസ്സോടെ തല ഉയർത്തി തന്നെ